വെൽക്കം ടു JCV മീഡിയ കീബോർഡ് ക്ലാസ്സസ്. എന്താണ് കീബോർഡ്? ഏതൊക്കെ തരത്തിലുള്ള കീബോർഡുകളുണ്ട് എന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. വിദേശ നിർമ്മിതമായ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് കീബോർഡ്. 2000 രൂപ മുതൽ ലക്ഷങ്ങൾ വിലയുള്ള നിരവധി കമ്പനികളുടെ കീബോർഡുകൾ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് കീബോർഡ് പഠിക്കുവാൻ 61 കീയുള്ള കീബോർഡാണ് വേണ്ടത്. ആദ്യമായി കീബോർഡിന്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം. ഏത് കീബോർഡിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ബ്ലാക്ക് കീയും വൈറ്റ് കീയുമുള്ള ഈ ഭാഗമാണ്. കൂടാതെ ഈ ബോർഡിൽ 2 സ്പീക്കറുകൾ വരുന്നുണ്ട്. കൂടാതെ ഈ ബോർഡിൽ സ്പീക്കറുകളുണ്ട്. സെറ്റിങ്ങുകൾ മാറ്റുന്നത് കാണുവാനുള്ള ഒരു മോണിറ്ററുണ്ട്. ഒരു സ്ക്രീൻ ഇവിടെയുണ്ട്. പിന്നെ ഓരോ പാട്ടുകൾ വായിക്കുമ്പോഴുള്ള റിതങ്ങൾ, ടോണുകൾ സെറ്റ് ചെയ്യുന്നതിനുള്ള കീസ് ഒക്കെയാണ് ഇവിടെയെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ ആദ്യം പഠിക്കുന്നത് എങ്ങനെ ഈ കീസിൽ വായിക്കാം എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റ് സെറ്റിങ്ങുകൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കീബോർഡിൽ ആദ്യം നോക്കുമ്പോൾ കുറെ ബ്ലാക്ക് കീസും വൈറ്റ് കീസുമാണ് കാണുന്നത്. ആദ്യമായി കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. എവിടെ വായിച്ചു തുടങ്ങണം, എവിടെയാണ് ഞെക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഈ ബ്ലാക്ക് കീസ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പർട്ടിക്കുലർ പാറ്റേണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 കീ ഒരു ഗ്യാപ്പ്, 3 കീ ഒരു ഗ്യാപ്പ്, 2 കീ ഒരു ഗ്യാപ്പ്, 3 കീ ഒരു ഗ്യാപ്പ്, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടാണ് ഈ പാറ്റേൺ വന്നിരിക്കുന്നത്. 2 3 2 3 2 3 2 3 ഇടയ്ക്ക് ഗ്യാപ്പുകൾ. അപ്പോൾ നമുക്ക് മനസ്സിലാകും 2 3 2 3 ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ പാറ്റേൺ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. 2 കീയും 3 കീയും അടങ്ങുന്ന ഇത് ഒരു സെറ്റ്. അപ്പോൾ 2ഉം 3ഉമായിട്ടുള്ള ഒരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇത് രണ്ടാമത്തെ സെറ്റ്, ഇത് മൂന്നാമത്തെ സെറ്റ്, ഇത് നാലാമത്തെ സെറ്റ്, ഇത് 5ാമത്തെ സെറ്റ്. ഈ സെറ്റിനൊരു പേരുണ്ട്, ഒക്ടേവ്. ഒക്ടേവ് എന്നാണ് ഈ സെറ്റിന് പറയുന്നത്. അപ്പോൾ ഈ കീബോർഡിൽ 1ാമത്തെ ഒക്ടേവ്, 2ാമത്തെ ഒക്ടേവ്, 3ാമത്തെ ഒക്ടേവ്, 4ാമത്തെ ഒക്ടേവ്, 5ാമത്തെ ഒക്ടേവ്, 5 ഒക്ടേവുകളാണ് ഈ കീബോർഡിൽ ഉള്ളത്. ഏറ്റവും സിമ്പിളായി നമുക്ക് കീബോർഡ് പഠിക്കാം. വെറും 4 മാസങ്ങൾ കൊണ്ട് തന്നെ എക്സ്പേർട്ടായി വായിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ബ്ലാക്ക് കീ വരുന്നത് 2 വൈറ്റ് കീയുടെ ഇടയിലാണ്. പക്ഷെ ഇവിടെ 2 വൈറ്റ് കീയുടെ ഇടയിൽ ബ്ലാക്ക് കീ വരുന്നില്ല. ഇവിടെയും 2 വൈറ്റ് കീയുടെ ഇടയിൽ ഒരു ബ്ലാക്ക് കീ വരുന്നുണ്ട്. ഇവിടെയും 2 വൈറ്റ് കീയുടെ ഇടയിൽ ബ്ലാക്ക് കീ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 2 വൈറ്റ് കീയുടെ ഇടയിൽ ബ്ലാക്ക് കീ വരുന്നില്ല. ഇങ്ങനെ 2 3 2 3 2 3 എന്ന ക്രമത്തിലാണ് ഈ പാറ്റേൺ വന്നിരിക്കുന്നത്. ഒക്ടേവ് 1, ഒക്ടേവ് 2, ഒക്ടേവ് 3, ഒക്ടേവ് 4, ഒക്ടേവ് 5. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ ഒക്ടേവ് എന്തിനാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്, ഈ ഒറ്റ ഒരെണ്ണം പോരെ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാവും. അതിനൊരു ഉദാഹരണം പറയാം. ചിലർ പാട്ട് പാടുമ്പോൾ ലോ പിച്ചിൽ പാടും, അതായത് താഴ്ത്തി പാടും. ചിലപ്പോൾ ഹൈ പിച്ചിൽ പാടും, അതായത് ഉയർത്തി പാടും. അങ്ങനെ പാടുമ്പോൾ ശബ്ദം താഴ്ത്തിയും ഉയർത്തിയും പാടുന്നത് പോലെ കീബോർഡിൽ കീസ് ഹൈയിലോട്ട് പോകാനും ലോയിലോട്ട് പോകാനും പറ്റും. ചിലവർ നോർമൽ രീതിയിൽ പാടും. അന്നേരം ലോ പിച്ചിൽ പാടുമ്പോൾ ഈ ഭാഗത്ത് വായിക്കുകയും ഹൈ പിച്ചിൽ പാടുമ്പോൾ ഈ ഭാഗത്ത് വായിക്കുകയും നോർമലായിട്ട് പാടുമ്പോൾ ഈ ഭാഗത്താണ് വായിക്കുന്നത്. അതിനാണ് ഇങ്ങനെ ഒക്ടേവുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ലോ പിച്ച് പാടാനും നോർമലായിട്ട് പാടാനും ഹൈ പിച്ച് പാടാനും ഈ ഭാഗം ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ഇത് മാത്രം ഓർത്ത് വെക്കുക. ഹൈയിലോട്ട് ഉയർത്തി പാടുമ്പോൾ ഈ ഭാഗത്തോട്ട് വായിക്കണം, താഴ്ത്തി പാടുമ്പോൾ ഈ ഭാഗത്തോട്ട് വായിക്കണം, നോർമലായിട്ട് പാടുമ്പോൾ നടുക്ക് വായിക്കണം. ഇപ്പോൾ നമ്മൾ ഒക്ടേവുകൾ എന്താണെന്ന് പഠിച്ചു. 1ാമത്തെ ഒക്ടേവ്, 2ാമത്തെ ഒക്ടേവ്, 3ാമത്തെ ഒക്ടേവ്, 4ാമത്തെ ഒക്ടേവ്, 5ാമത്തെ ഒക്ടേവ്. ഈ ഇടത് ഭാഗത്തുള്ള ഈ ഭാഗങ്ങൾ ലോ പിച്ചിൽ പാടുമ്പോഴും വലതുവശത്തുള്ള റൈറ്റ് ഹാൻഡ് ഈ ഭാഗം വരുന്ന ഭാഗങ്ങൾ ഹൈ പിച്ച് പാടുമ്പോഴും വായിക്കേണ്ട കീസുകളാണ്.
നോർമൽ പാടുമ്പോൾ സെൻട്രലുള്ള കീസ് നമ്മൾ ഉപയോഗിക്കുന്നു. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റ് കീ ഏതൊക്കെയാണ്, അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ട് ബ്ലാക്ക് കീയുടെ താഴെ വരുന്ന ഫസ്റ്റ് വൈറ്റ് കീ ആണ് സി. ഈ സി കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എല്ലാ രണ്ട് ബ്ലാക്ക് കീയുടെ ആദ്യം വരുന്ന കീ സി ആണ്. രണ്ട് ബ്ലാക്ക് കീയുടെയും ആദ്യം വരുന്ന 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 സി ആണ്. വൈറ്റ് കീ പഠിച്ചതിന് ശേഷം ബ്ലാക്ക് കീ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതാണ്. എവിടേക്കാണ് സി ഉള്ളത്? 1, 2, 3, 4, 5. സി കഴിഞ്ഞാൽ അടുത്ത കീ വരുന്ന ഡി ആണ്. മൂന്നാമത്തെ കീ ഇ, നാലാമത്തെ കീ എഫ്, അഞ്ചാമത്തെ കീ ജി. അപ്പോൾ നമ്മൾ സി, ഡി, ഇ, എഫ്, ജി പഠിച്ചു. പിന്നെ നമ്മൾ കോമൺ ആയി ചിന്തിച്ചാൽ ജി കഴിഞ്ഞാൽ എച്ച് ആണ് വരേണ്ടത്. പക്ഷേ കീബോർഡിൽ എച്ച് ഇല്ല, ജി വരെ ഉള്ളൂ. അപ്പോൾ ഒരു സംശയം വരും, എയും ബിയും കണ്ടില്ലല്ലോ എന്ന്. ജി കഴിഞ്ഞാൽ വരുന്നത് എയും ബിയുമാണ്. സി, ഡി, ഇ, എഫ്, ജി. ജി കഴിഞ്ഞാൽ വരുന്നത് എയും ബിയുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് ബ്ലാക്ക് കീയുടെ സൈഡിൽ വരുന്നത് സി ആണെന്ന്. ജി കഴിഞ്ഞാൽ എ, ബി, സി. എയിലല്ല നമ്മൾ വായിച്ചു തുടങ്ങുന്നത്, സിയിലാണ്. എ മുതൽ ജി വരെയാണ് കീ ഉള്ളതെങ്കിലും സി മുതൽ സി വരെയാണ് നമ്മൾ വായിക്കുക. സി മുതൽ സി വരെ. സി, ഡി, ഇ, എഫ്, ജി, എ, ബി. ഇത് വെസ്റ്റേൺ നോട്ടുകളാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ മ്യൂസിക് ആണ്. കർണാട്ടിക് മ്യൂസിക്കിൽ സ, രി, ഗ, മ, പ, ദ, നി, സ. സി എന്ന് പറഞ്ഞാൽ സ, ഡി, രി, ഇ, ഗ, എഫ്, മ, ജി, പ, എ, ദ, ബി, നി, സി, സ. സ, രി, ഗ, മ, പ, ധ, നി, സ. സ, രി, ഗ, മ, പ, ധ, നി, സ. ഇപ്പോൾ നമ്മൾ വൈറ്റ് കീയുടെ പേരുകൾ പഠിച്ചു. ബ്ലാക്ക് കീയുടെ പഠിച്ചിട്ടില്ല. അത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. കാരണം എല്ലാം കൂടി ആദ്യമേ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാകും. സരിഗമപധനിസ ഇവിടെ വായിക്കുന്നത് പോലെ തന്നെ എല്ലാ ഒക്ടേവിലും നമുക്ക് വായിക്കാൻ പറ്റും. സ, രി, ഗ, മ, പ, ധ, നി, സ. സ, രി, ഗ, മ, പ, ധ, നി, സ. എല്ലാ ഒക്ടേവിലും നമുക്ക് വായിക്കാൻ പറ്റും. സ, രി, ഗ, മ, പ, ധ, നി, സ. സ, രി, ഗ, മ, പ, ധ, നി, സ. ഒന്നാമതായി നമ്മൾ ഒക്ടേവുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. രണ്ടാമതായി ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമതായി ഏതൊക്കെ ഫിംഗറുകളാണ്, വിരലുകളാണ് നമ്മൾ വായിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. കീബോർഡ് വായിക്കുന്നതിനായി നമ്മൾ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഉപയോഗിക്കുന്നു. വലത് കൈ കൊണ്ട് നമ്മൾ വായിക്കുന്നത് പാട്ടുകൾ വായിക്കുകയും ലീഡ്സുകൾ വായിക്കുകയും വലത് കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇടത് കൈയിൽ നമ്മൾ വായിക്കുന്നത് കോഡ്സുകളാണ്. ഒരു പാട്ട് വായിക്കുമ്പോൾ അതിൻ്റെ കോഡ്സുകളാണ് നമ്മൾ ഇടത് കൈയിൽ വായിക്കുന്നത്. വലത് കൈയിൽ പാട്ട് വായിക്കുകയും ഇടത് കൈയിൽ നമ്മൾ കോഡ്സ് വായിക്കുകയാണ് ചെയ്യുന്നത്. കോഡ്സ് എന്താണെന്നും കോഡ്സുകളെ കുറിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വലത് കൈ കൊണ്ട് എങ്ങനെ വായിക്കാം എന്നുള്ളതാണ്. നമ്മൾ ഒക്ടേവുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഒക്ടേവ് 1, ഒക്ടേവ് 2, ഒക്ടേവ് 3, ഒക്ടേവ് 4, ഒക്ടേവ് 5. ഒക്ടേവ് 3 മുതലാണ് റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുക. ഒക്ടേവ് 3 മുതൽ അങ്ങോട്ടാണ് റൈറ്റ് ഹാൻഡ് വായിക്കുക. 1ഉം 2ലും ആണ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക. കോഡ്സ് പിടിക്കാൻ വേണ്ടി 1ഉം 2ഉം ഒക്ടേവുകൾ ലെഫ്റ്റ് ഹാൻഡിലും. അപ്പോൾ നമ്മൾ വലത്തെ കൈ കൊണ്ട് വായിക്കാൻ പഠിക്കുകയാണ്. മൂന്നാമത്തെ ഒക്ടേവിൽ രണ്ട് ബ്ലാക്ക് കീയുടെ സൈഡിലുള്ളതാണ് സി. ഇവിടെ മുതലാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. മൂന്നാമത്തെ ഒക്ടേവിൽ രണ്ട് ബ്ലാക്ക് കീയുടെ ആദ്യം വരുന്ന കീ ആണ് സി, അതായത് സ.